ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നുണ്ടാക്കിയിരിക്കുന്നത് കരടിയും കരടിക്കുട്ടനെയുമാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 2 കളറിലെ പേപ്പറാണ്. അതും സ്ക്വയർ ഷീറ്റിലുള്ള പേപ്പറാണ് നമ്മൾ എടുക്കുന്നത്. സ്ഥിരം നമ്മൾ സ്ക്വയർ ഷീറ്റ് വിട്ട് കളിയില്ലെന്നറിയാലോ. തള്ളക്കരടിക്ക് എടുത്തേക്കുന്നത് ഹെഡിൻ്റെ ഭാഗത്തിന് 6 സെൻറ്റിമീറ്ററും അതിൻ്റെ ഉടലിൻ്റെ ഭാഗത്തിന് 8 സെൻറ്റിമീറ്ററുള്ള പേപ്പറും, കുഞ്ഞിക്കരടിക്ക് ഹെഡിൻ്റെ ഭാഗത്തിന് 2 സെൻറ്റിമീറ്ററും ഉടലിൻ്റെ ഭാഗത്തിന് 4 സെൻറ്റിമീറ്ററുമുള്ള പേപ്പറാണ് എടുത്തേക്കുന്നത്. ഫോൾഡ് ചെയ്യുന്ന വിധമൊക്കെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ശ്രദ്ധിച്ച് കാണുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. സ്കൂളൊക്കെ തുറക്കുമല്ലേ, ഒരു ബുക്ക് മാർക്കൊക്കെ ഉണ്ടാക്കി വെക്കാം. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടില്ല ഒരു മാലയും വള കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതല്ലേ ഞാൻ അടുത്ത ദിവസം ഒരു പരിപാടി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ലേഡി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച ഐറ്റംസാണ്. നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതൊന്നും അല്ല കേട്ടോ, അല്ലെങ്കിൽ ലിങ്കൊക്കെ കൊടുക്കാമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഓൺലൈനിൽ നിന്ന് ഇങ്ങനെ സാധനങ്ങളൊന്നും അധികം വാങ്ങിച്ചിട്ടില്ല. ആകെ അപ്പച്ചൻ്റെ ഇൻസുലിൻ സ്ട്രിപ്പ് മാത്രം ഞാൻ ഓൺലൈനിൽ നിന്ന് ഇതുവരെ ബുക്ക് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളൂ. നിങ്ങളോർക്കും ഇവൾ ഈ നൂറ്റാണ്ടിൽ പെട്ടവളാണോ എന്ന്. പക്ഷേ ഞാൻ സത്യമായിട്ട് പറഞ്ഞത്, ഈ കരടിക്കുട്ടനെ ഉണ്ടാക്കിയപ്പോൾ എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കോളേജ് കഥയാണ് ഓർമ്മ വന്നത്. ഞങ്ങളുടെ കോളേജിൽ 10,000 രൂപ നമ്മളവിടെ വാങ്ങുന്നിട്ട് നമുക്ക് കോളേജിന് എംബ്ലം വെച്ച ബാഗ്, ഫസ്റ്റ് ഇയർ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, അത്യാവശ്യം ബോക്സ്, അന്ന് ഫസ്റ്റ് ഇയർ സിവിലിൻ്റെ ഒരു കോല് പോലത്തെ ഒരു സാധനമുണ്ട്. അതിൻ്റെ പേര് തന്നെ ഞാൻ മറന്നുപോയി. കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു ഞാൻ. എന്നാലും ഫസ്റ്റ് ഇയർ എല്ലാ വിഷയവും പഠിക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം നമുക്ക് കോളേജിൽ നിന്ന് തരും. അപ്പോൾ ഒത്തിരി ആൾക്കാർ അവരവരുടെ തന്നെ ബാഗാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ കുറച്ച് പേര് കോളേജിൻ്റെ എംബ്ലം വെച്ച ബാഗ് തന്നെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കോളേജ് വിട്ട് കഴിയാൻ നേരത്ത് പല ബ്രാഞ്ചിലുള്ള ഞങ്ങളെല്ലാവരും കൂട്ടുകൂടി വർത്തമാനമൊക്കെ പറഞ്ഞ് ബസ്സിൽ ഒരേ റൂട്ടിലുള്ളവർ ഒരേ ബസ്സിലൊക്കെ കയറിപ്പോരും. അപ്പോൾ ബസ്സിൽ കയറാൻ നേരത്ത് നമ്മുടെ ബാഗ് ബസ്സിൻ്റെ മുകളിലൊരു തട്ടില്ലേ, അവിടെയാണ് വെക്കാറുള്ളത്. ഒരേപോലത്തെ സെയിം ബാഗും സെയിം കളറും സെയിം എംബ്ലം ഒക്കെ ആയത് കാരണം ഒരു ദിവസം എൻ്റെ ബാഗും എൻ്റെ ഒരു കൂട്ടുകാരുടെ ബാഗും തമ്മിൽ മാറിപ്പോയി. ഞങ്ങൾ വീട്ടിൽ സ്ഥലം എത്തിയപ്പോൾ ഞാൻ ആദ്യം കണ്ട ബാഗ് എടുത്ത് ഇറങ്ങിപ്പോയി. പുള്ളിക്കാരി സെയിം ബാഗ് ആയത് കാരണം ഞങ്ങൾക്ക് 2 പേർക്ക് മനസ്സിലായില്ല. വീട്ടിൽ വന്ന് നമ്മൾ പിന്നെ ബാഗ് ഒരു സ്ഥലത്തോട്ട് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ കാര്യത്തിങ്ങനെ നടക്കും. വീട്ടിൽ വന്ന് ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞു, TV കാണലും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുവാണ്. അപ്പോഴാണ് ഒരു കോൾ വന്നത്, ബാഗ് മാറിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് ഞാൻ നോക്കിയത്, ശരിയാ ബാഗ് മാറിപ്പോയി. പിന്നെ അവർ ഞങ്ങളുടെ വീടിൻ്റെ ലൊക്കേഷനൊക്കെ ചോദിച്ച് അവർ ബാഗുമായിട്ട് വീട്ടിൽ വന്നു. എൻ്റെ ബാഗ് തന്നു, ഞാൻ അവളുടെ ബാഗ് കൊടുത്തു. അങ്ങനെ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ വീട്ടിൽ വരാനും പറ്റി. ഇത് കരടിയുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിലും നമ്മൾ ഓരോ ചില കാര്യങ്ങൾ ചെയ്യാത്ത ചില കഥകളും കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അതുപോലെയുള്ള എൻ്റെ ഓർമ്മച്ചെപ്പിലെ വിശേഷങ്ങളും അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.